നമസ്കാരം. ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള OTT പ്ലാറ്റ്ഫോമുകളും നമ്മളുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാവിധ സിനിമകളും നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ ഒട്ടനവധി OTT പ്ലാറ്റ്ഫോമുകൾ ഇന്ന് ലഭ്യമാണ് താനും. എന്നാൽ ഇപ്പോൾ ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിൽ ഒരു വലിയ OTT പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്നത്. നെറ്റ്ഫ്ലിക്സിന്റെ അതൊരു സിനിമ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടാണ് ഇപ്പോൾ ആളുകൾ കാണുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ തന്നെ പേരെടുത്ത ഒരു നടനാണ് ഷാറൂഖ് ഖാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ നെറ്റ്ഫ്ലിക്സ് ഒരു വലിയ തീരുമാനവുമായി മുന്നോട്ട് എത്തിയിരിക്കുകയാണ്. അതായത് ഷാറൂഖ് ഖാൻ അഭിനയിച്ച പ്രധാനമായിട്ടുള്ള 4 സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്ഫ്ലിക്സ് ഒരുങ്ങിയിരിക്കുകയാണ്. അതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് അവർ പറയുന്നത് കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങളാണ്. അപ്പോൾ ഏതൊക്കെ സിനിമകളാണ് ഇതെന്നും അവ എന്തുകൊണ്ടാണ് OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് ഒന്ന് പരിശോധിക്കാം. മികച്ച ബോളിവുഡ് ചിത്രങ്ങൾ ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്ന പ്ലാറ്റ്ഫോമാണ് നെറ്റ്ഫ്ലിക്സ്. ഷാറുഖ് ഖാൻ നായകനായ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളും ഇതിൽ ലഭ്യമാണ്. എന്നാൽ ഷാറുഖ് ആരാധകരെ നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താരത്തിന്റെ ഏറ്റവും ജനപ്രിയമായ 4 ചിത്രങ്ങൾ ഉടൻ നെറ്റ്ഫ്ലിക്സിൽ നിന്നും നീക്കം ചെയ്യപ്പെടും. ലൈസൻസ് കാലാവധി കഴിയുന്നതിനാലാണ് ഈ തീരുമാനം. കുച്ച് കുച്ച് ഹോത്താ ഹെ, കബി ഖുഷി കബി ഗം, കൽ ഹോ ന ഹോ, കബി അൽവിദാന ഖാന എന്നീ ചിത്രങ്ങളാണ് നെറ്റ്ഫ്ലിക്സിൽ നിന്ന് നീക്കം ചെയ്യുന്ന ചിത്രങ്ങൾ. ഈ സിനിമകൾ നെറ്റ്ഫ്ലിക്സിൽ കാണാനുള്ള അവസാന തീയതി 2026 ഫെബ്രുവരി 28 ആണ്. കൽഹോനഹോ ഒഴികെയുള്ള 3 ചിത്രങ്ങളും കരൺ ജോഹറാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. 4 ചിത്രങ്ങളും ധർമ്മ പ്രൊഡക്ഷൻസിന്റെ ബാനറിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രണയം, സൗഹൃദം, കുടുംബ ബന്ധങ്ങളിലെ സങ്കീർണതകൾ എന്നിവയാണ് ഈ ചിത്രങ്ങളുടെ പ്രധാന ഇതിവൃത്തം. അതിൽ ആദ്യത്തേത് കുച്ച് കുച്ച് ഹോത്താ ഹെ. 1998 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ബോളിവുഡിലെ എക്കാലത്തെയും വലിയ ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നാണ് കുച്ച് കുച്ച് ഹോത്താ ഹെ. പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥയാണ് ഈ ചിത്രം പറയുന്നത്. കോളേജ് കാലത്തെ ഉറ്റ സുഹൃത്തുക്കളായ രാഹുലിന്റെയും അഞ്ജലിയുടെയും കഥയാണിത്. മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ഉൾപ്പെടെ 8 ഫിലിം ഫെയർ അവാർഡുകൾ ഈ ചിത്രം നേടിയിട്ടുണ്ട്. 1998 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം കൂടെയായിരുന്നു ഇത്. ഏകദേശം 10 കോടി ബജറ്റിൽ നിർമ്മിച്ച ചിത്രം ആഗോളതലത്തിൽ 100 കോടിയിലധികം രൂപ നേടിയിരുന്നു. അടുത്ത ചിത്രം എന്ന് പറയുന്നത് കബി ഖുഷി കബി ഗം എന്ന ചിത്രമാണ്. 2001 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ബോളിവുഡിലെ ഫാമിലി ഡ്രാമ സിനിമകളുടെ രാജാവായി കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് കബി ഖുഷി കബി ഗം. 2001 പുറത്തിറങ്ങിയ ഈ ചിത്രം കരൺ ജോഹർ തന്നെയായിരുന്നു സംവിധാനം ചെയ്തത്. ഇതിലെ താരനിരയും ഗാനങ്ങളും ഇന്നും ആരാധകർക്ക് പ്രിയപ്പെട്ടതാണ്. അമിതാഭ് ബച്ചൻ, ജയാ ബച്ചൻ, ഷാറൂഖ് ഖാൻ, കജോൾ, ഹൃതിക് റോഷൻ, കരീന കപൂർ തുടങ്ങി വൻ താരനിര തന്നെ സിനിമയിലുണ്ടായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് തന്നെയാണ് ഈ ചിത്രം. ഇറ്റ്സ് ഓൾ അബൌട്ട് ലവിംഗ് യുവർ പാരന്റ്സ് എന്നായിരുന്നു സിനിമയുടെ പ്രധാന ടാഗ് ലൈൻ. അടുത്ത ചിത്രം എന്ന് പറയുന്നത് കൽഹോനഹോ ആണ്. ഷാറൂഖ് ഖാന്റെ കരിയറിലെ ഏറ്റവും വൈകാരികമായ സിനിമകളിൽ ഒന്നായിരുന്നു കൽഹോനഹോ. 2003 ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. നിഖിൽ അദ്വാനി സംവിധാനം ചെയ്ത ഈ ചിത്രം കരൺ ജോഹറാണ് തിരക്കഥ എഴുതി നിർമ്മിച്ചത്. ശങ്കർ ഹസാൻ, ലോയ് ഈണം നൽകിയ ചിത്രത്തിലെ പാട്ടുകൾ വലിയ തരംഗമായിരുന്നു. ന്യൂയോർക്ക് നഗരത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമയാണിത്. മികച്ച പിന്നണി ഗായകൻ സോനു നിഗം, മികച്ച സംഗീതജ്ഞൻ എന്നിവർക്ക് ദേശീയ പുരസ്കാരം ഈ ചിത്രത്തിലൂടെ ലഭിച്ചു. കൂടാതെ 8 ഫിലിം ഫെയർ അവാർഡുകളും ഈ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട്. അടുത്ത ചിത്രം എന്ന് പറയുന്നത് 2006 പുറത്തിറങ്ങിയ കബി അൽവിദ ന കഹാന എന്ന ചിത്രമായിരുന്നു. ഷാറൂഖ് ഖാനും കരൺ ജോഹറും ഒന്നിച്ച സിനിമകളിൽ ഏറ്റവും വ്യത്യസ്തമായ ഒന്നാണ് ഈ ചിത്രം. വിവാഹേതര ബന്ധങ്ങളെയും തകരുന്ന ദാമ്പത്യ ചിത്രങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന വലിയ ചിത്രമായിരുന്നു ഇത്. അന്നത്തെ കാലത്ത് വലിയ ചർച്ചകൾക്ക് ഈ ചിത്രം വഴിവെച്ചിരുന്നു. ന്യൂയോർക്കിൽ താമസിക്കുന്ന 2 ദമ്പതികളുടെ കഥയാണ് ചിത്രം സംസാരിക്കുന്നത്. അതുവരെ കുടുംബ ബന്ധങ്ങളുടെ പവിത്രത മാത്രം ആഘോഷിച്ചിരുന്ന കരൺ ജോഹർ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ബന്ധങ്ങളിലെ വിള്ളലുകളെക്കുറിച്ചാണ് ഈ ചിത്രം സംസാരിച്ചിരുന്നത്.